പോലീസ് സ്റ്റേഷനിലെത്തിയ യുവതിയെ കർണത്തടിച്ച് അതിക്രൂരമായി മർദ്ദിച്ച സംഭവത്തിലാണ് 2024 നടന്ന സംഭവത്തിൽ 1.5 വർഷത്തിനിപ്പുറം പരാതിക്കാരുടെ നിയമ പോരാട്ടത്തിലൂടെയാണ് പോലീസ് സ്റ്റേഷനുള്ളിലെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നത്. അതിൽ കൃത്യമായി എത്ര ക്രൂരമായാണ് ഒരു കേസുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിലേക്ക് എത്തുന്ന ഒരാളെ പോലീസ് പരിഗണിക്കുന്ന, അല്ലെങ്കിൽ പോലീസ് എങ്ങനെയാണ് അതിക്രൂരമായ ഒരു ഗർഭിണിയായ യുവതിയെ മുഖത്തടിച്ച് പരിക്കേൽപ്പിക്കുന്നത്, അവരുടെ ഭർത്താവിനെ മർദ്ദിക്കുന്നത് എന്ന് നമ്മൾ കണ്ടതാണതാ. മണിക്കൂറുകൾക്കിപ്പുറം മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായതിന് തൊട്ടു പിന്നാലെ ആ നടപടികൾ പൂർത്തിയാക്കി സസ്പെൻഷൻ എന്നതാണ്. ആനന്ദൻ വിവരങ്ങളുമായിട്ട്. അനന്തൻ, മുഖ്യമന്ത്രി നമ്മൾ ഈ വാർത്ത നൽകി 1.5 മണിക്കൂറിനകം തന്നെ മുഖ്യമന്ത്രിയുടെ ഇടപെടലുണ്ടായി. ആ സാങ്കേതിക നടപടിക്രമങ്ങൾ പാലിച്ചത് സസ്പെൻഷൻ. ദിവിഷ്, മാതൃഭൂമി ന്യൂസിന്റെ ബിഗ് ഇമ്പാക്ട് ആണ്. മാതൃഭൂമി ന്യൂസ് ഇന്ന് പുറത്തുവിട്ട ദൃശ്യങ്ങളിലാണ് ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് നിന്ന് നടപടി ഉണ്ടായിരിക്കുന്നത്. യുവതിയെ മർദ്ദിച്ച ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ആ മർദ്ദനം നടത്തിയ CI പ്രതാപചന്ദ്രനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. ദക്ഷിണ മേഖല IG ശ്യാം സുന്ദറാണ് ഈ സസ്പെൻഷൻ നടപടി എടുത്തിരിക്കുന്നത്. ADGPയുടെ നിർദ്ദേശപ്രകാരമാണ് IG ഈ അന്വേഷണം മണിക്കൂറുകൾക്കകം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം നടപടി എടുത്തിരിക്കുന്നത്. അങ്ങനെ യുവതിയെ കഴിഞ്ഞ വർഷമാണ് യുവതിയെ മർദ്ദിച്ചത്. അതിന്റെ ദൃശ്യങ്ങൾ ഇന്നാണ് പുറത്തു വന്നത്. മാതൃഭൂമി ന്യൂസിലൂടെയാണ് ലോകം ഈ ദൃശ്യങ്ങൾ കാണുകയും ചെയ്തത്. ആ ദൃശ്യങ്ങൾ വന്ന് മണിക്കൂറുകൾക്കകം തന്നെ ആ ഉദ്യോഗസ്ഥന്റെ എതിരെ അച്ചടക്ക നടപടി ഉണ്ടായിരിക്കുന്നു. പ്രതാപചന്ദ്രനെ ഇപ്പോൾ അരൂർ CI ആണ് പ്രതാപചന്ദ്രനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് IG-യുടെ ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നു. ഇന്ന് ഈ മാതൃഭൂമി ന്യൂസ് വൈകുന്നേരം ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുമ്പോൾ വളരെ ഞെട്ടലോടെയാണ് കേരളം ആ ദൃശ്യങ്ങൾ കണ്ടത്. കാരണം 2024 സംഭവിച്ചതാണ്. യുവതിയെ, അതും അന്ന് ഗർഭിണിയായിരുന്ന യുവതിയെയാണ് ഭർത്താവിനെ അകാരണമായി പിടിച്ചുകൊണ്ട് പോയത്. സ്റ്റേഷനിൽ വന്ന് ചോദ്യം ചെയ്തപ്പോൾ അന്ന് എറണാകുളം നോർത്ത് സ്റ്റേഷനിലെ CI പ്രതാപചന്ദ്രൻ യുവതിയുടെ കർണത്ത് അടിക്കുകയും ബലംപ്രയോഗം നടത്തുകയും ചെയ്യുന്നത്. അന്നത് പരാതി പറഞ്ഞിട്ടും മാതൃഭൂമി ന്യൂസ് വാർത്ത നൽകിയിരുന്നു. പക്ഷേ അതിനകത്ത് കൃത്യമായ നടപടിയൊന്നും ഉണ്ടായില്ല. തുടർന്ന് നടത്തിയ നിയമ പോരാട്ടത്തിലാണ് ദൃശ്യങ്ങൾ അവർക്ക് ലഭിക്കുകയും അതിന്ന് മാതൃഭൂമി ന്യൂസിലൂടെ പുറത്തു വരികയും ചെയ്തത്. അതോടുകൂടി ഈ സ്ത്രീയുടെ പരാതിക്കെതിരെ പോലീസ് ചമഞ്ഞിരുന്ന കള്ളക്കഥ പൊളിയുകയും ചെയ്തു. മാത്രമല്ല ഈ CI മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കേരളം കാണുകയും ചെയ്തു. തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. മാതൃഭൂമി ന്യൂസിലെ വാർത്ത വന്നതിന് പിന്നാലെ മുഖ്യമന്ത്രി സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരന് കർശനമായ നടപടി എടുക്കാനുള്ള നിർദ്ദേശം നൽകി. തുടർന്ന് DGP ലോ ആൻഡ് ഓർഡർ ADGP H വെങ്കടേഷിനോട് അടിയന്തരമായ റിപ്പോർട്ട് തേടുകയും അതിനൊപ്പം തന്നെ കർശനമായ നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയുമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ദക്ഷിണ മേഖല IG ശ്യാം സുന്ദർ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി ഇപ്പോൾ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ആ യുവതിയെ മർദ്ദിച്ച പ്രതാപചന്ദ്രൻ എന്ന CIക്ക് ഇപ്പോൾ സസ്പെൻഷൻ ആയിരിക്കുന്നു. അനന്തൻ, ഇപ്പോൾ നേരത്തെ ഈ സംഭവം പുറത്തു വന്നതിന് പിന്നാലെ ഈ പ്രതാപചന്ദ്രന്റെ പ്രതികരണം ഉണ്ടായിരുന്നു. അവർ അനാവശ്യമായി അവിടെ യാതൊരു പ്രകോപനമില്ലാതെ ഒരു സീൻ ഉണ്ടാക്കിയായിരുന്നു. കൂടുതൽ CCTV ദൃശ്യങ്ങളുണ്ട്. അവർ കുഞ്ഞുങ്ങളെ നിലത്തെറിഞ്ഞ് അപായപ്പെടുത്താൻ ശ്രമിച്ചു. അതിനെയൊക്കെ തടയുക മാത്രമാണ് ചെയ്തതെന്നൊക്കെയാണ് പ്രതാപചന്ദ്രൻ പറഞ്ഞത്. പിന്നെ എന്തുകൊണ്ടാണ് ആ ഉള്ളിലെ ദൃശ്യങ്ങൾ ഈ 1.5 വർഷം പുറത്ത് വിടാതിരുന്നത് എന്നതിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ല. എന്തായാലും കൂടുതൽ നടപടികളിലേക്ക് പോകുമോ? തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ ഇന്നാണ് പുറം ലോകം കാണുന്നത്. കഴിഞ്ഞ വർഷം സംഭവിച്ച കാര്യമാണ്. മാത്രമല്ല ഈ സ്ത്രീയുടെ ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നായിരുന്നു ആരോപണം. അതും നേരിട്ട് ഉള്ള ഒരു പ്രശ്നത്തിലല്ല. പോലീസിന്റെ മറ്റൊരു നടപടി മൊബൈൽ ദൃശ്യങ്ങൾ എടുക്കുമ്പോൾ അത് കണ്ട് പ്രകോപിതരായ പോലീസ് സംഘം ഈ യുവതിയുടെ ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അതിന് പിന്നാലെയാണ് അവർ സ്റ്റേഷനിലേക്ക് എത്തുകയും അവരുടെ വൈകാരികമായ ഒരു പ്രകടനം ഉണ്ടാവുകയും ചെയ്തത്. തുടർന്ന് അവിടെ ഒരു പ്രകോപിതനായ CI അവരുടെ മുഖത്ത് അടിക്കുന്ന ദൃശ്യമാണ് ഇന്ന് നമ്മൾ കണ്ടത്. പക്ഷേ അന്ന് പോലീസ് പറഞ്ഞിരുന്നത് ആ സ്ത്രീ അവിടെ പ്രശ്നമുണ്ടാക്കി എന്ന രീതിയിലായിരുന്നു. സ്ത്രീയെ കേന്ദ്രീകരിച്ച് കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് അന്ന് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. മാത്രമല്ല അന്ന് ഈ മർദ്ദനത്തിന് ശേഷം യുവതി ആശുപത്രിയിലെത്തി സ്കാനിങ് നടത്തുകയും, കാരണം ഗർഭിണിയായതുകൊണ്ട് മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള ആശങ്ക അവർക്കുണ്ടായിരുന്നു. ആ രീതിയിൽ നമ്മൾ മാതൃഭൂമി ന്യൂസിലാണ് ആ ദൃശ്യങ്ങൾ സഹിതം അന്ന് ആ സമയത്ത് ആശുപത്രിയിൽ നിന്നുള്ള പ്രതികരണം സഹിതമുള്ള വാർത്ത അന്ന് വന്നത്. പിന്നീട് അവർ നിരന്തരമായ നിയമപോരാട്ടത്തിലൂടെയാണ് ഈ ദൃശ്യങ്ങൾ കോടതി വഴി അത് സംഘടിപ്പിക്കുകയും അതിന്ന് പുറത്തുവിടുകയും ചെയ്തത്. അതിൽ തന്നെ കൃത്യമായ ഒരു അവർ എന്താണോ ആരോപിച്ചത് അതിന്ന് കൃത്യമായി ആ ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതോടുകൂടി പോലീസിന്റെ വാദം, ആ CIയുടെ വാദം പൊളിയുകയായിരുന്നു. അയാൾ കൃത്യമായി ഈ യുവതിയെ മർദ്ദിക്കുന്നത് ആ
ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യാം. ഇത് കണ്ടതോടെയാണ് ഇന്ന് ഇപ്പോൾ മുഖ്യമന്ത്രി ഇടപെടുകയും ഉടൻ തന്നെ നടപടി എടുക്കാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തത്. മാത്രമല്ല, അതിനകത്ത് ഇപ്പോൾ മറ്റൊരു പ്രശ്നമുള്ളത്, ഈ ദൃശ്യങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ സ്ത്രീയുടെ പരാതി ഗൗരവത്തിലെടുക്കാതെ? കാരണം സ്ത്രീയുടെ പരാതി മേലുദ്യോഗസ്ഥർക്കൊക്കെ ലഭിച്ചതാണ്. അവർക്ക് സ്വാഭാവികമായും ആ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയും മാത്രമല്ല ഈ സ്റ്റേഷനിലെ ദൃശ്യങ്ങളും ഒപ്പം തന്നെ ഇത് ഷൂട്ട് ചെയ്ത ദൃശ്യങ്ങളും പരിശോധിക്കുകയും അതിനകത്ത് കൃത്യമായി ഇന്ന് കണ്ട ഈ ദൃശ്യങ്ങൾ അതിലുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കുകയും ചെയ്യാമായിരുന്നു. അക്കാര്യം ഉണ്ടായില്ല. അതോടുകൂടി മേലുദ്യോഗസ്ഥരും ഇപ്പോൾ ഒരു ആരോപണ നിഴലിൽ തന്നെയാണ്. ഇനിയിപ്പോൾ അറിയാനുള്ളത് അന്ന് ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാൻ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ അതാണ് അനന്തൻ. അത് വിശദമായ ഒരു പരിശോധന ഇക്കാര്യത്തിൽ വേണ്ടി വരുമല്ലോ. 1.5 വർഷം മുമ്പത്തെ സംഭവമാണ്. എന്താണ് അതിൽ നടന്നത്? ഇപ്പോൾ പോലീസുകാരൻ വീണ്ടും തന്നെ ന്യായീകരിക്കാൻ, തന്റെ പ്രവൃത്തിയെ ന്യായീകരിക്കാൻ അന്ന് പെട്ടെന്നുണ്ടായ ഒരു സംഭവമാണ്. അതിന്റെ കാരണങ്ങൾ ഇതൊക്കെയായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ വിശദമായൊരു അന്വേഷണം ഇക്കാര്യത്തിലുണ്ടാകുമോ? നിലവിൽ നമുക്ക് അതിൽ വിശദമായ റിപ്പോർട്ടാണ് ഈ ഷൈമോളെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് CI പ്രതാപേന്ദ്രനെതിരെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ ADGP ലോ ആൻഡ് ഓർഡർ H വെങ്കടേഷുമായി ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം അന്നേരം നമ്മളോട് പറഞ്ഞത് അടിയന്തരമായി ഒരു നടപടിയിലേക്ക് പോകാനാണ് മേളിൽ നിന്നുള്ള നിർദ്ദേശം. അതായത് DGP മുഖ്യമന്ത്രിയുടെ സന്ദേശം അനുസരിച്ച് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് പ്രാഥമികമായ അന്വേഷണം നടത്തിയ റിപ്പോർട്ടാണ് ഇന്ന് വാങ്ങിച്ചിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ IG ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. ഇനി വിശദമായ ഒരു റിപ്പോർട്ട് ഇതിൽ എന്തായാലും വരും. കാരണം നമുക്കറിയാം ഈ പോലീസ് സ്റ്റേഷനുകളിലെ ചില ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം പോലീസ് സേനയും ആഭ്യന്തര വകുപ്പിനെയും ഒക്കെ പ്രതിസന്ധിയിൽ ആഴ്ത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പാണ് മാതൃഭൂമി ന്യൂസ് തൃശ്ശൂരിലെ ഒരു സംഭവം, ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ ഇതിനു മുൻപ് പോലീസ് മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് പിന്നീട് അവർ നിയമപോരാട്ടത്തിലൂടെ ആ ദൃശ്യങ്ങൾ പുറത്തുവിടുകയും ഒക്കെ ചെയ്തത്. അത് മാത്രമല്ല, ഒരു പക്ഷേ കേരളത്തിൽ സംസ്ഥാന പോലീസ് മേധാവിമാരായിരുന്ന ഉദ്യോഗസ്ഥർ ഏറ്റവും കൂടുതൽ സർക്കുലറുകൾ പുറത്തിറക്കിയിട്ടുണ്ടാവുക അത് സ്റ്റേഷനിൽ എങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ പെരുമാറണം എന്നത് സംബന്ധിച്ചാണ്. ഇടയ്ക്കിടയ്ക്ക് പോലീസ് മേധാവിമാർ ഈ സർക്കുലറുകൾ ഇറക്കുന്നുണ്ട്. സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം, കുട്ടികളോട് എങ്ങനെ പെരുമാറണം, പരാതിയുമായി വരുന്നവരോട് എങ്ങനെ പെരുമാറണം എന്നത് സംബന്ധിച്ച് അപ്പോൾ കൃത്യമായി അത്തരം പരാതികൾ പോലീസ് ആസ്ഥാനത്തേക്ക് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം സംബന്ധിച്ച് വരുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോഴും നടപടിയെടുക്കുന്നു എന്ന് പോലീസ് മേലുദ്യോഗസ്ഥർ പറയുമെങ്കിലും ഇത്തരം ഇടിയൻ പോലീസുകാർ ഇപ്പോഴും ലോ ആൻഡ് ഓർഡറിൽ ഉണ്ട് എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആ CI അന്ന് എറണാകുളം നോർത്ത് സ്റ്റേഷനിലായിരുന്നു. പക്ഷേ ഇപ്പോഴും ലോ ആൻഡ് ഓർഡറിൽ അരൂർ സ്റ്റേഷനിലാണ് ആ CI ഉണ്ടായിരുന്നത്. ആ CIക്കെതിരെ നേരത്തെയും ചില പരാതികൾ ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും മോശമായി പെരുമാറുന്ന ഒരു ഉദ്യോഗസ്ഥൻ ലോ ആൻഡ് ഓർഡറിൽ തുടരാൻ, അതും അരൂർ പോലെയുള്ള എറണാകുളം പോലെയുള്ള സ്റ്റേഷനുകളിൽ തുടരാൻ അനുവദിച്ചതെന്നുള്ള ചോദ്യം ഇപ്പോൾ ഉയരും. ഏതായാലും പ്രതിപക്ഷം ഇത് സ്വാഭാവികമായും ഇതൊരു വലിയ ഒരു പ്രതിഷേധത്തിന്റെ സ്വരത്തിൽ തന്നെ ഇത് ഉന്നയിക്കപ്പെടുകയും ചെയ്യും. ഏതായാലും തൽക്കാലം ഇന്ന് ആ ദൃശ്യങ്ങൾ പുറത്തു വന്നതുകൊണ്ട് തന്നെ, മാതൃഭൂമി ന്യൂസ് ദൃശ്യങ്ങൾ പുറത്ത് വിട്ടതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് ഒരു നടപടി എടുത്തിരിക്കുന്നു. ഇനിയിപ്പോൾ കൂടുതൽ അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകുമോ എന്നുള്ള കാര്യം, അല്ലെങ്കിൽ തുടർ നടപടികൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം വ്യക്തമാകും.